ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പെരുമഴ ദിവസാട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മഴ കിട്ടിയിട്ടില്ല. ഇന്ന് നല്ലപോലെ തന്നെ മഴയുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ചേട്ടനൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ദേ പുറത്തേക്ക് പോകണം. പുറത്ത് പോയി വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്കിന്ന് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകണം. യുപിയിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ടതുണ്ട്. കുറച്ച് ഡ്രസ്സ് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ഐറ്റംസ്, മസാല ഐറ്റംസ്, അങ്ങനത്തെയൊക്കെ നമുക്ക് ഞങ്ങൾക്ക് അവിടെ യുപിയിൽ കിട്ടാത്തതെന്ന് ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേഗം കിച്ചണിലെ ജോലികളൊക്കെ തീർത്ത് വെച്ചു. കാരണം ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചു. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ, അഞ്ചും ആൽവിനും വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ കടയിലൊക്കെ പോയി തിരിച്ചെത്തി. അതിന് ശേഷം ഞങ്ങളിതാ ഷോപ്പിങ്ങിനായിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ചാലക്കുടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചാലക്കുടിയിലെ ഷോപ്പിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള സാറ എന്ന് പറയുന്ന ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. നാട്ടിൽ നിന്ന് യുപിയിലേക്കൊക്കെ തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പലപ്പോഴും വന്നിരിക്കുന്നതും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുരിദാറിന്റെ ടോപ്പ് 1 പീസ് ആയാലും 2 പീസ് ആയാലും അല്ലെങ്കിൽ സെറ്റ് ആയിട്ടുള്ളതും അങ്ങനെ കുർത്തി, ജീൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടമാതിരി ഉണ്ടാനും പിന്നെ അതാ നമുക്കിപ്പോൾ എടുത്ത് കാണിച്ചു തരുന്ന ഈ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് ഒരു മടിയില്ല, എന്തോരം വേണമെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരും. ആൾക്ക് അങ്ങനെ എടുത്ത് കാണിക്കുന്നതിനൊന്നും ഒട്ടും തന്നെ ഒരു മടിയില്ലാത്തൊരു ചേച്ചി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണ്ടു നോക്കുക, അതൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് മതിയെന്ന് വെച്ച് നമ്മൾ നിർത്തിയാൽ പോലും പിന്നെ കാണിച്ചു തരുമ്പോൾ നമ്മൾ എടുത്തു പോകും. അത്രയും കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതേ ഷോപ്പ് തന്നെ കാണാൻ പറ്റുന്നില്ലേ? നല്ല വലിയൊരു ഷോപ്പാണ്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, പല പല കളറുകൾ, ഡിസൈനുകൾ, അതുപോലെ പല നെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവരുടെ ഒരു ഡീലിങ്സ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അവിടുന്ന് വിചാരിച്ചു പോയേക്കാളും കൂടുതൽ എടുത്തു എന്ന് തന്നെ പറയാം. അപ്പൊ ഞാൻ എന്താ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ എടുത്ത ഡ്രസ്സുകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സസ് ആയിരുന്നു. പിന്നെ ഇവിടെ കൊച്ചു കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ മെയിൻലി ഞാൻ ഇപ്പൊ ഇന്നിവിടെ നോക്കാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബിൽ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ പോകണം കേട്ടോ. അപ്പൊ പോകുന്ന സമയത്ത് ചേച്ചി നമ്മുടെ ചാനലിന്റെ പേര് ചോദിക്കായിരുന്നു. അപ്പൊ പേര് ചേച്ചിക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതാ ചേട്ടന് ഉള്ള ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഒരു ഷോപ്പിൽ കയറി. പക്ഷെ ചേട്ടൻ അവിടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നോക്കിയെങ്കിലും ചേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വന്നില്ല. ഒരു ടീഷർട്ട് മാത്രമേ ചേട്ടൻ അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടെ ഒരു സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറിയിരിക്കുക കേട്ടോ. ഷോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ചൊക്കെ നോക്കിയെങ്കിലും ചേട്ടൻ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചേട്ടൻ അവിടെ വെച്ച്. അപ്പം അങ്ങനെ ഷോപ്പിംഗ് കുറച്ചൊക്കെ ഇന്നലെ ചെയ്തു. ഇന്നും ചെയ്യാനുണ്ട്, കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് സാരി 1-2 നോക്കുന്നുണ്ട്. അത് നോക്കാൻ ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസൊക്കെ കൊണ്ടുവന്നത് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് ഇതാണ് നിങ്ങൾ കാണിച്ചു തരാം. ഇത്തിരി ഐറ്റംസൊക്കെ വാങ്ങിച്ചെന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 1-2 ഷോപ്പുകളിലൊക്കെ കയറിയിട്ടാണ് വാങ്ങിയത്, ഒരു ഷോപ്പിൽ നിന്ന് തന്നെയല്ല. ഇത് ഞാൻ അഞ്ജുവിന് ഒരു പാൻറ്റ് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഞങ്ങളവിടെ പ്ലാസോ പാൻറ്റ് എന്ന് പറയാറ്, ഇവിടെ പലാസോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഐറ്റം. പിന്നെ ഇത് അടുത്ത ഐറ്റം. റേറ്റ് വരുന്നത് 899 രൂപ, 900 രൂപ. ഇതിങ്ങനെ കോട്ട് സെറ്റ് പോലെ പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ. ഇതാ എങ്ങനെ വരണം. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റും ഉണ്ട് കേട്ടോ. പാൻറ്റ് പ്ലെയിൻ. ഇതിൻ്റെ ബാക്കിലും അതേ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് റേറ്റ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് പീച്ച് കളറാണ്. നമ്മളിപ്പോൾ കാണിച്ചത് പിങ്കാണ്, ഇത് പീച്ച് കളറാണ്. എല്ലാവരും എന്നോട് പറയാറുണ്ട്, ചേച്ചി റെഡ് പിന്നെ മജന്ത കളറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഇതെല്ലാം മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇതാ ഒരു പീച്ച് കളർ പാൻറ്റിനൊപ്പം ഇതാ അതിൻ്റെ ടോപ്പുണ്ട്. ടോപ്പ് ഇതാ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം 980 രൂപ. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ചാലക്കുടി സാറ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. ചാലക്കുടി മെയിൻ ജംഗ്ഷനിൽ തന്നെയുള്ള ഷോപ്പാണ് സാറ എന്ന് പറയുന്ന. ആവശ്യം വലിയ ഷോപ്പാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ അവിടെയുള്ള ചേച്ചിയാണെങ്കിൽ വളരെ ക്ഷമയോടുകൂടെ നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് ഒരു ടോപ്പല്ല, കോട്ട് സെറ്റ് അല്ലെങ്കിൽ ചുരിദാർ എന്നൊക്കെ പറയാമല്ലോ.
ഇതിൻ്റെ ബാക്ക് മൊത്തം പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ടോപ്പ്. ഇഷ്ടമായോ? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്തതാ ഇങ്ങനത്തെ കളർ. എനിക്കില്ലാത്ത കളറുകളൊക്കെ തന്നെ എടുത്തേക്കുന്നത് ഇപ്രാവശ്യം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1050 രൂപ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ടോപ്പും പാൻറ്റും ഇതിൻ്റെ ഷോളും ഉണ്ട്, 3 ഉണ്ട്. നല്ല കോട്ടൺ തുണിയുടെയാണിത്. ഇത് ഓൾ ഓവർ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ട്. കഴുത്ത് ഇങ്ങനെ കഴുത്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അവർ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കിഷ്ടം. അപ്പോൾ ഈ ടൈപ്പ് ഇതാ ഇങ്ങനെ പറഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റ് ഇതാ പ്ലെയിൻ പാൻറ്റ്. പിന്നെ ഷോള് ഞാൻ ഇനി മുഴുവൻ ഓർത്തേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ഷോൾ. എനിക്ക് മടക്കി വയ്ക്കാൻ ഇനിയും സമയം പോകും, അതുകൊണ്ടാണ്. ഇത് ഷോള്, പ്രിൻറ്റഡ് ഷോള്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ പീച്ച് കളർ കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇത്. ഇതും ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് ആയിട്ട് വീനെക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1190 രൂപ. ഇത് ഓൾ ഓവർ ഡിസൈനാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഇത് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം ഷോളൊന്നുമില്ല, ജസ്റ്റ് ടോപ്പും പാൻറ്റും മാത്രമേ ഉള്ളൂ. നമ്മളിതിന് മാച്ചിങ് ഷോള് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. അങ്ങനെ എത്ര ഐറ്റംസ്. സാറ എന്ന് പറയുന്ന ഷോപ്പിൽ ഇഷ്ടമായി കളക്ഷൻ ഉണ്ട്. രംഗീലയിലും ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് രംഗീലയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സാറയിലാണ്. രംഗീലയിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓൾട്രേഷൻ എല്ലാം ഫ്രീ ആണ്. ഇവരുടെ അടുത്ത് അതില്ല. ബട്ട് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഈ കടയിൽ. ചാലക്കുടി സാറ. ഇനി നമ്മുടെ അടുത്ത ഷോപ്പിംഗ് എല്ലാം ഞാൻ ചെയ്തത് ചാലക്കുടിയിലുള്ള ഉത്സവ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിതാ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ടോപ്പ്. ഇതെല്ലാവരുടെയും ഇത് തന്നെയാട്ടോ ഡിസൈൻ. ഞാൻ വീട്ടിലിടാൻ ജസ്റ്റ് എന്താ പറയുക. അതിൻ്റെ ടോപ്പിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 790 രൂപ ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 298 രൂപ. 300 രൂപ എന്ന് പറയാം. 300 രൂപയുടെ ആ ടീഷർട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് വീട്ടിലിടാനുള്ള നോർമൽ പാൻറ്റുകളാണ്. ജസ്റ്റ് നമുക്ക് ഡെയിലി വെയറിന് ഉപയോഗിക്കാവുന്ന പാൻറ്റുകൾ. ഇതും 250 രൂപ അങ്ങനത്തെ റേറ്റിലുള്ള പാൻറ്റുകൾ രണ്ടും. അപ്പം ഇത്ര ഐറ്റംസൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്ത ഷോപ്പ്. എനിക്ക് മസാല കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഞാനവിടുത്തെ അതിന് മുമ്പ് തന്നെ ഇത് നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാണ്. അപ്പോൾ മസാല ഐറ്റംസ് എല്ലാം ഇനി അതെല്ലാം എനിക്ക് വാങ്ങിച്ചൊക്കെ വെച്ചിട്ട് വേണം. എന്നിട്ട് വേണം നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ. ഒത്തിരി ജോലികൾ കിടക്കുന്നുണ്ട്. ഈ വീഡിയോ മിക്കവാറും ഞാൻ ബസ്സിൽ ചെന്നിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്താം. എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല അതിന് മുമ്പ് എത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആൻഡ് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.